ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ഒരു ഫിഷ് മോളി. ഇന്ന് ഞങ്ങളുടെ വീക്കെൻഡ് സ്പെഷ്യൽ ഫിഷ് മോളിയും അപ്പവുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം നമ്മുടെ ഫിഷ് മോളിക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്, ഐക്കൂറ. അത് കുറച്ച് തിക്കായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നത്. ഇത് മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കാൻ ഒരു രക്ഷയില്ല. അപ്പോൾ അതൊരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരിലും കൂടെ മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. എല്ലാ മീൻ കഷ്ണത്തിലും മസാല തട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇടുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. സമയമുള്ളവർക്ക് 10 മിനിറ്റ് കൂടുതലൊക്കെ വെക്കാം കേട്ടോ. എനിക്കിപ്പം കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഒഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 3 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം മീനിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇരിക്കുന്ന ബാക്കി 2 കഷ്ണം കൂടെ നമുക്ക് വെച്ചെടുക്കാം. നമ്മുടെ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ മുമ്പ് ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണയുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലേശമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല, ഒരു വിധം ഒന്ന് സോട്ടായാൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ അവരവരുടെ എരിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 2-2.5 കപ്പോളം ഉണ്ട്. തേങ്ങാപ്പാൽ 2-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വേവട്ടെ. മീനൊരു പകുതി വേവല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. പുളിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം പുളി 2ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇത് കുടംപുളിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഒട്ടും കൊഴുപ്പില്ല. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കോൺഫ്ലവർ ഞാൻ കലക്കി വയ്ക്കുന്നുണ്ട്. ഒരു ചെറിയൊരു സ്പൂൺ. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകട്ടെ. നമുക്ക് അടച്ചു വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്.
ഇതിലേക്ക് ഇനി നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം തിളയ്ക്കണ്ട, തീ അപ്പോഴേ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി റെഡി ആയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ അപ്പവും ഫിഷ് മോളി റെഡി ആയിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ കഴിക്കട്ടെ. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതിലേക്കും ബൈ.